അദ്ദേഹം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. കാരണം അദ്ദേഹം തെറ്റായി ധരിച്ചിരിക്കുകയെന്ന കാര്യം. എന്തോ ഇല്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. പ്രമേയം അതിനിപ്പം ഞാനത്തെ എന്താ പ്രതികരിക്കുക? ഞാൻ അതിൻ്റെ ഒരു ഓരോരുത്തരുടെയും പൊസിഷനെ സംബന്ധിച്ചത് ഞാൻ അത്ര കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. കാരണം അത്രമാത്രം തെളിവുകളാണല്ലോ പുറത്ത് വന്നിരിക്കുന്നത്. ഇതുവരെ പ്രതിപക്ഷ നേതാവ് 2 കോടിയുടെ കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. 2 കോടി പാർട്ടിക്കാണോ വാങ്ങിയത്, അത് ഇലക്ഷന് വേണ്ടിയാണോ വാങ്ങിയത്, എന്തിനു വേണ്ടിയാണത് വാങ്ങിയത്, അതിൽ പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും പങ്കുണ്ടോ, പ്രതിപക്ഷ നേതാവിൻ്റെ എന്തെങ്കിലും ഉപദേശമുണ്ടോ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വവും ആ 2 കോടിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയിട്ടേ ഇല്ല. ചില മാധ്യമങ്ങളും കണ്ട ഭാവമില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും വാങ്ങിയിരുന്നെങ്കിൽ പത്രത്തിൻ്റെ പേരുള്ള ഹെഡിങ് അങ്ങ് മാറ്റിയിരുന്ന് എഴുതടിച്ചത് നമുക്കിനി ഭക്ഷണം കഴിക്കാം, എല്ലാവരും വിശന്നിരിക്കുമ്പോൾ. അതൊക്കെ നയപരമായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളിലേ ഒറ്റയ്ക്കൊരു മന്ത്രിക്ക് പറയാൻ പറ്റുന്ന കാര്യമാണോ? നയപരമായി ചർച്ച ചെയ്തിട്ട് പറയാം.